ഹലോ എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഹോട്ടൽ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സിൻ്റെയും വീട്ടുകാരുടെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫുഡൊക്കെ ഇനി ഉണ്ടാക്കണ്ടല്ലോ, അവിടെ തന്നെ എടുക്കാമല്ലോ. എന്നാൽ അങ്ങനെയല്ല, രാവിലെ എൻ്റെ സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള ലഞ്ച് അങ്ങനെയുള്ളൊക്കെ എല്ലാം നടക്കാറുണ്ട്. അതിനുശേഷം ആമിക്ക് 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്കൂളിൽ കൂടെ വിട്ടതിന് ശേഷമാണ് ഞാൻ നേരെ ഹോട്ടലിലോട്ട് പോകുന്നത്. പിന്നെ ഹോട്ടൽ ജോലിക്കിടയിൽ ഒരു 12:45 ആകുന്ന സമയത്ത് വീണ്ടും ആമിയുടെ സ്കൂളിലോട്ട് പോയിട്ട് ആമിയെ കൂട്ടി വീട്ടിലെത്തി അവളെ ഫ്രഷപ്പ് ആക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹോട്ടലിലോട്ടേക്കോ വീട്ടിലോട്ടൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടാവും. അതൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ ഹോട്ടലിലോട്ട് തന്നെ പോകും. ഈ ഓൺ ബിസിനസ് എന്നുള്ളത് ഒരു അടിപൊളി പരിപാടിയാണെങ്കിലും പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോർഡിനേഷനും ഭയങ്കര കാര്യമാണ് കേട്ടോ. എന്നെ കൂടാതെ നമ്മൾ രണ്ടുപേരും കൂടെ വേറെയും ഉണ്ട്. നമ്മളെ അത്രയും സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ ഹസ്ബൻഡുമാരും ഉണ്ട്. പിന്നെ ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും A to Z കാര്യങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കുകയൊന്നും ചെയ്യില്ല. ഇത് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബില്ലിങ്ങിലാണെങ്കിലും കുക്കിങ്ങിലാണെങ്കിലും ഫുഡ് എടുത്തു കൊടുക്കാനാണെങ്കിലും A to Z കാര്യങ്ങൾ നമ്മൾക്ക് ആർക്കും എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആൾക്കാരല്ല. പക്ഷെ ഞങ്ങളെല്ലാം പഠിച്ചു വരികയാണ്. അത് വേസ്റ്റ് എടുക്കുന്നത് തൊട്ടിട്ട് ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ കറക്റ്റ് ടൈം ചിക്കൻ ഓർഡർ ചെയ്യണം, വെജിറ്റബിൾസ് കഴിഞ്ഞിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് കറക്റ്റ് അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും കുറച്ച് കുടിച്ചിട്ടൊക്കെ വരുന്നത്, അവരെയൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഞങ്ങളെ മക്കൾ അവർ ഞങ്ങൾക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളെ അച്ഛനമ്മമാർക്ക് അറിയാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകുന്നത്. പിന്നെ രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ വീണ്ടും ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഞാനിടുന്ന സെയിം എഫേർട്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സും ഇടുന്നുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ കഷ്ടപ്പെടുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.